ഗൈസ് ഡിസോക്സിനെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ എൻ്റെ കയ്യിൽ മോമോ സ്റ്റിയറിംഗിൽ അറ്റത്തൊരു സാധനം അത് രണ്ടാൾക്ക് പ്രത്യേകിച്ചൊന്നും പറഞ്ഞുതരാം. ഒന്ന് കാർപ്പാന്നമാർക്കും മിസ്റ്റർ ബി ഫാൻസിനും. കാരണം വെച്ചാൽ ഒരു കള്ളം കഷ്ടപ്പെട്ട് ഉള്ളിൽ കയറുമ്പോൾ കയറി സ്റ്റിയറിംഗ് വീലില്ലാത്തൊരവസ്ഥ ഒരു വീര കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ഈ ആൾട്ടോ കാർഡ് ഓക്കെ നേരെ വീട്ടിലോട്ട്. അപ്പോൾ ഗായ്സ് ഇത് ഈ രണ്ട് സാധനം എന്താണെന്നും എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത് അതിൻ്റെയൊക്കെ കാര്യങ്ങളൊന്നും നമുക്ക് ഇനി പ്രത്യേകിച്ച് പറഞ്ഞു തരണം. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തതാണ്. നമ്മൾ ചാനൽ കാണാനൊക്കെ എല്ലാവർക്കും അത് മനസ്സിലാവും. ഓക്കെ വേണമെങ്കിൽ നമ്മൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതൊരു ഫിറ്റിംഗ് മൊത്തമായിട്ട് തന്നെ കാണിക്കാം. ഓക്കെ ഓരോന്നായിട്ട് ആക്കണ്ട. അപ്പോൾ നമ്മളെ ഇന്നത്തെ ഹീറോ ഇവനാണ്, ഇവർക്ക് മാത്രമാണ്. അപ്പോൾ നമുക്ക് എന്തെല്ലാം ഇതിൻ്റെ ഉള്ളിലില്ലെന്ന് നോക്കാം. ഓക്കെ പാർക്കോൻ്റെ ക്വിക്ക്ലി സബ്ബായത്. അപ്പോൾ ഇത് സംഭവം പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ഇതങ്ങനെ പ്രസ് ചെയ്യുക, ഊരെ എടുക്കാം. അപ്പോൾ ഇത് നമ്മളെ ഈ ഹബിൻ്റെ മേലും സ്റ്റിയറിംഗ് വീലിൻ്റെ ബാക്കിലും അങ്ങ് ഫിറ്റ് ചെയ്തോളാം. ഓക്കെ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് നമുക്ക് എങ്ങനെ ഫിറ്റിങ്ങിലേക്ക് കിടക്കാം. അപ്പം ആദ്യം നോർമൽ സ്റ്റിയറിംഗ് വീൽ ആദ്യം അങ്ങ് അയച്ചെടുക്കണം. അതിന് പിന്നെ പ്രശ്നം ഇത് പണിയൊന്നുമില്ല, ജസ്റ്റ് രണ്ടൊന്ന് ബാക്കോട്ടേക്ക് വലിക്കാം. ഓക്കെ ഓണയുടെ അടുത്ത ബുദ്ധിമുട്ടൊക്കെ ആവുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആദ്യം അങ്ങ് ബാറ്ററിനെ കളിച്ചിട്ട് അയക്കാം. വേറെ വയ്യൊന്നുമില്ല. ഓക്കെ വേറൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ബാക്കോട്ടേക്ക് വലിക്കാം. ഇതിങ്ങനെ അയച്ചെടുക്കാം. കവർ കൈ കിട്ടി ഒന്നുമില്ല, ജസ്റ്റ് ബാക്കോട്ടേക്ക് വലിക്കാം, അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് വേണമെന്ന് വെച്ചാൽ 17 നെട്ട്, ആൾട്ടോക്ക് 17 നെട്ടാണ് വരുന്നത്. ജസ്റ്റ് അതെങ്കിൽ കുറച്ച് ടൈറ്റ് ഉണ്ടാവും. ആദ്യം അയക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ വീല് അത് സ്ട്രെയിറ്റായി വെക്കണം. ഓക്കെ അപ്പോൾ ആദ്യം ജസ്റ്റ് എന്നിട്ട് ഒരാളെ കൊണ്ട് കൈയോട് പിടിച്ച് തിരിക്കാം. ഞാൻ നേരത്തെ ലൂസാക്കി വെച്ചതാണ്, കാരണം വീഡിയോയിൽ ക്യാമറ രണ്ടാളെ ഇപ്പോൾ കൂടെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് ക്യാമറമാനോട് കൈ കൊണ്ടുവരാൻ കഴിയില്ലല്ലോ. അതങ്ങ് ഊരെടുക്കാം. ചിലതൊന്നും അങ്ങനെ പെട്ടെന്ന് ഊരി വരില്ല. ഇതടക്ക ഈ 3 മാസം കൊണ്ട് ആറൂട്ടാൻ്റെ അയച്ചിന് പല കാരണങ്ങളും ഉണ്ടാവും. ഇത്ര പെട്ടെന്ന് അയച്ച് കിട്ടുന്നത്. ഇത് അയച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ രണ്ട് നല്ല നല്ല ഈ രണ്ട് ഭാഗത്തിന് ഇങ്ങനെ കൈയോട് നല്ലോണം ഹാമർ ചെയ്ത് നോക്കാം. ഓക്കെ എന്നിട്ട് ബാക്കോട്ടേക്ക് ഇനി വരും. നമുക്കങ്ങ് മാറ്റി വെക്കാം ബാക്ക്. ഇനി അത് നമുക്ക് ആവശ്യമില്ല, ഒഴിവാക്കേണ്ടതാണ്. ഓക്കെ ആദ്യം എന്താണെന്ന് വെച്ചാൽ ഈ ഹബ്ബ് ഷോപ്പാറോട് നോക്കിയിട്ട് എടുത്തു തരാം. സുസൂക്കിൻ്റെ ഏതെങ്കിലും ഇതാ അടിയിൽ 2 ഹോൾ ഉണ്ടാവും, അതാണ് സുസൂക്കിന്ന് മനസ്സിലാക്കൽ. ഓക്കെ പിന്നെ ബോക്സിൻ്റെ മേലും ഉണ്ടാവും ഇതാ ഇങ്ങനെ സുസൂക്കി എഴുതിയിട്ട്. അത് നോക്കി അങ്ങ് വാങ്ങിച്ചോളാം. എന്നിട്ട് നമുക്ക് ആദ്യം ഇത് ഫിറ്റ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ മേലിലാണ് ക്വിക്ക് റിലീസ് ഹബ്ബ് ഫിറ്റ് ചെയ്യുക. പലരും ചോദിക്കുന്നത് ക്വിക്ക് റിലീസ് ഹബ്ബ് മാത്രം പോരാ മറ്റേത് വേണ്ടല്ലോ. അങ്ങനെ ഫിറ്റ് ആവില്ല, ഓരോ വണ്ടിക്ക് വേണ്ടി സ്പെഷ്യലൈസ്ഡ് ഹബ്ബ് വരുന്നുണ്ട്. അപ്പം ആദ്യം ഹബ്ബ് ഫിറ്റ് ചെയ്യണം, അതിൻ്റെ മേലാണ് ക്വിക്ക് റിലീസ് ഹബ്ബ് ഫിറ്റ് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് ക്വിക്ക് റിലീസ് ഹബ്ബ് ഡയറക്റ്റ് നമുക്ക് ഫിറ്റ് ചെയ്യാൻ കഴിയില്ല. അതൊന്നുമില്ല, ജസ്റ്റ് ഈ മില്ലിങ്ങിൽ കറക്റ്റ് കയറണം. അതായത് ഇൻ കേസ് എന്തെങ്കിലും കാരണത്തിൽ ഈ ഹബ്ബ് കയറുന്നില്ലെങ്കിൽ ഒന്ന് ഹബ്ബ് ചെക്ക് ചെയ്യണം കേട്ടോ. അടിച്ച് കയറ്റാണെന്ന് നിൽക്കരുത്. ഇതാ ജസ്റ്റ് ഫ്രീ ആയി കയറുന്നുണ്ട്, അത്രയും ഫ്രീ ആയി കയറും. അവസാനമൊക്കെ നമ്മൾ പഴയ നെട്ട് ഇട്ടെടുക്കാൻ മുമ്പ് സാധാരണ ക്വിക്ക് റിലീസ് ഹബ്ബ് ഫിറ്റ് ചെയ്യുന്നില്ലെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല, ഡയറക്റ്റ് അങ്ങനെ നമുക്ക് നെട്ടിട്ട് കൊടുക്കാം. ഹോണ്ട സെറ്റപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. ഒന്നുമില്ല, ജസ്റ്റ് ഇതാ ഈ കണക്ഷൻ ഓൾറെഡി ഇതിൻ്റെ അതിലേക്ക് കണക്ഷൻ എത്തി വന്ന് നിൽക്കുന്നുണ്ട്, ഹബ്ബിൻ്റെ ബാക്കിലേക്ക് ടച്ച് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇറത്തിട്ടാൽ വർക്ക് ചെയ്യണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ഇവിടുന്ന് ഒരു കണക്ഷൻ കൂടി നമുക്ക് വലിക്കണം. അതെന്തിനാണെന്ന് ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം. അപ്പോൾ അതിനു വേണ്ടി പറ്റുമെങ്കിൽ ഒരു എന്താ പറയുക, നമ്മളെ ഇതിൽ കയറുന്ന നെറ്റ് ടൈപ്പ് വരുന്ന പിയാനോ ക്ലിപ്പെല്ലാം വരുന്നുണ്ട്, അതിൽ വാങ്ങിയിടാം. തൽക്കാലം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇന്ന് വെച്ചിട്ട് ഒപ്പിക്കാൻ മാറ്റി ചെയ്തോളും. ഓക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് വാഷറിട്ടിട്ടാണ് വെക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. വാഷറിട്ട് ടൈറ്റ് ആക്കിയാൽ ടൈറ്റ് പിടിച്ചോളാം. ഓക്കെ ഇനിയാണ് നമ്മൾ മുതൽ വരേണ്ടത്. ഫുൾ വീഡിയോ ഒപ്പിക്കേണ്ട അവസ്ഥയാണ് പലതിൻ്റെ ഷോർട്ടേജ് കാരണം. അപ്പോൾ ഇതാ ഇതേപോലെ നിന്ന് ഊരി എടുക്കാം. ഓക്കെ ഈ പീസാണ് ഇതിൻ്റെ മേലിലേക്ക് ഫിറ്റ് ചെയ്യേണ്ടി. അതിനു മുമ്പ് ഒരു കാര്യം ചെയ്യണം, ഈ നടുക്കുന്ന വരുന്നതിലേക്ക് കറുപ്പിലേക്കും, അതായത് നോക്കണ്ട എല്ലായിടത്തേക്കും ഒരുപോലെ നോക്കി ചെയ്താൽ മതി. കറുപ്പ് കൊടുത്തതിന് കറുപ്പ് ചോപ്പ്, അതായത് ഇതിലേക്ക് ഇതും കണക്ട് ചെയ്യുക, ഈ നടുക്കുന്ന വരുന്ന ഇതും കണക്ട് ചെയ്യുക. ഓക്കെ അങ്ങനെ കണക്ട് ചെയ്തതിന് ശേഷം നമുക്കിനി ബാക്കി പറയാം.
അപ്പോൾ ഗായ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹബിൽ നിന്ന് വരുന്ന ഈ ചോപ്പ് വയറൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ സെൻറ്ററിൽ നിന്ന് വലിച്ച കേബിൾ പിന്നെ ഇതിലേക്ക് ഇതിൻ്റെ കേബിൾ, അതായത് ക്വിക്ക് റിലീസ് ഹബിൻ്റെ അടിഭാഗത്തെ ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാശ് ശ്രദ്ധിക്കുക, ശരിക്കും ഇൻസുലേറ്റ് ചെയ്യുക. കാരണം ഇതെങ്ങാനും പോയി ബോഡിയിലേക്ക് മുട്ടിയാൽ ഓൺ അടിച്ച് ആർക്കും നിൽക്കാൻ കഴിയില്ല. വണ്ടി കീ ഓഫ് ആക്കിയിട്ടൊന്നും കാര്യമില്ല, കാരണം ഡയറക്റ്റ് കണക്ഷനാണ്, ബാറ്ററി തന്നെ ഊരിളക്കേണ്ടി വരും. അപ്പോൾ കറക്റ്റ് ഇൻസുലേറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് വെച്ച് കറക്റ്റ് വെക്കാം. 2 ഹോളുണ്ട്. അപ്പോൾ നോക്കിയിട്ട് എന്ത് ചെയ്യുക, നമ്മളിതാ കറക്റ്റ് 6 ഹോൾ കറക്റ്റ് കിട്ടണോ, അതായത് ഒന്ന് ഒരു കറക്റ്റ് ഇടുന്ന പക്കായിട്ട് കിട്ടും അതിലേക്ക് ത്രെഡിലേക്ക്. ശേഷം നമുക്ക് നമ്മളെ ഇതിൻ്റെ ബോക്സിൽ തന്നെ കമ്പനിക്കാർ തന്നെ അതിലിടേണ്ട നെട്ടും തന്നിട്ടുണ്ടാവും, അതിലുണ്ട് അല്ലെങ്കിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അത് ഓരോന്നെടുത്ത് കറക്റ്റ് അങ്ങ് ഇടുക. പിന്നെ ടൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാം കൊള്ളിച്ചതിന് ശേഷം മാത്രം ടൈറ്റ് ചെയ്യുക. അത് ഒന്ന് കൊള്ളിച്ച് അത് ടൈറ്റ് ചെയ്യുന്നത് അത്ര നല്ലതല്ല. 6 കൊള്ളിക്കുക, അതിന് ശേഷം ക്രോസ് ടൈറ്റാക്കുക. അതായത് ഒന്ന് ഇത് കൊള്ളിച്ചില്ലേ, ഇത് ഈ ഷേപ്പാണ് കൊള്ളുന്നത്. 2 ടൈപ്പ് ഉണ്ട്, ഈ ടൈപ്പാണ് നമ്മൾ ഇതിനുണ്ട്. ഇവിടെ കൊള്ളിച്ചാൽ ഇതാ ടൈറ്റാക്കണം, ഇതേ ഫോർമാറ്റ് ടൈറ്റാക്കുക. ക്രോസിലാണ് ഇത് ടൈറ്റാക്കി ഇത് ടൈറ്റാക്കുക, ഇത് ടൈറ്റാക്കുക, ഇത് ടൈറ്റാക്കുക, ഇത് ടൈറ്റാക്കുക, ഇത് ടൈറ്റാക്കുക, ക്രോസ് ടൈറ്റാക്കുക. അതിന് ഇങ്ങനെ സാധാരണ റൗണ്ടിൽ വന്ന് ടൈറ്റാക്കാൻ നിൽക്കരുത്. ഇപ്പോൾ കഷ്ടം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതാ ഓരോന്നായി ഇങ്ങനെ ക്രോസിൽ ടൈറ്റാക്കി കൊടുത്തു. അപ്പോൾ ഗായ്സ് നമ്മൾ ഹബിൻ്റെ അടിഭാഗം അങ്ങ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഇവിടെ നിൻ്റെ പേരിൽ വെച്ചിട്ട് ഫിറ്റ് ചെയ്യണമെന്നില്ല. ഇവിടെ ഫിറ്റ് ചെയ്തതിന് ശേഷം മേലെ കയറ്റിയാൽ മതി. നമുക്ക് ഏതായാലും സൗകര്യത്തിന് ഇവിടെ തന്നെ അങ്ങ് ചെയ്യാം. ജസ്റ്റ് ഇവിടെ കൊള്ളിച്ച് വെക്കാം. പിന്നെ ഹോണിൻ്റെ കണക്ഷൻ ആദ്യം ഒന്ന് പറയുമോ. ഹോണിൻ്റെ ഈ സാധനം ഒന്ന് ഹോൺ നമുക്ക് ഇതിൻ്റെ ഉണ്ടെങ്കിൽ ഊരിയെടുക്കാൻ വല്ല പണിയൊന്നുമില്ല. ഇനി ഇതിൽ 2 കാര്യം ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഒരു സ്പ്രിങ്ങിൻ്റെ കഷ്ണം ഉണ്ടാവും, അതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞേക്കണം. അല്ലാതെ ഇതിൻ്റെ മേലെ നമുക്ക് ഇട്ടാൻ പറ്റില്ല, ക്വിക്ക് റിലീസ് ഹബിൻ്റെ മേലെ. ഓക്കെ, അത് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ഇതിൻ്റെ ഹോണിൻ്റെ കണക്ഷൻ നോക്കാം. ഇത് കണ്ട ഈ എല്ല് പോലെ മടങ്ങിക്കുന്ന സാധനം, അതിലേക്ക് ചോപ്പ് കൊടുക്കുക. ഇതിൻ്റെ മേലിൽ കറുപ്പും കൊടുക്കുക. ഓക്കെ, ഊരിപ്പോയി കഴിച്ചു, അതാണ് ഓൺ അടിയാതിരുന്നത്. ഓക്കെ, ഓൺ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ നമ്മളെ സ്റ്റീറിംഗ് വീൽ എങ്ങനെ ഫിറ്റ് ചെയ്യാൻ നോക്കാൻ. അപ്പോൾ കഴിച്ച് നമ്മൾ ഈ സാധനം ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഓമൻ്റെ ഇതാ ഇതിൻ്റെ മേലിൽ വെക്കുക. ത്രെഡ് കറക്റ്റ് അങ്ങ് ആക്കുക. അങ്ങ് തിരിച്ചാവും. ഓക്കെ, നമുക്ക് നമ്മളെ ഹോണിൻ്റെ കണക്ഷൻ അങ്ങ് കൊടുക്കുക. അപ്പോൾ ഗൈസ് ഇതിങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഈ സാധനം വെക്കുക. അതിൻ്റെ മേലായിട്ട് നമ്മൾ ഈ മോമോൻ്റെ സാധനം നമ്മളെ ബാഡ്ജും പിന്നെ അതിൻ്റെ ഇതും പിന്നെ വയറൊന്നും ബാക്കിൽ കയറാതെ നോക്കുക. പിന്നെ ഒരു കാര്യം കൂടി നോക്കണം, ഇതിൻ്റെ ഇരിക്കുന്ന സീറ്റിന് ശേഷം ഇതിന് 12 ഹോൾ നേരത്തെ പറഞ്ഞ പോലെ ഇരിക്കുന്നത് കറക്റ്റാണ് നോക്കുക. അപ്പോൾ ഇതിലാണ് കറക്റ്റ് പെർഫെക്റ്റ്, അതായത് എല്ലാ ഹോളും ഒരു കുഴപ്പമില്ലാതെ ഇരിക്കുന്നത് നോക്കുക. എനിക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഈ കവർ ഇടുന്നതാണ് എനിക്കിഷ്ടം, ചിലർക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നതൊക്കെ ചില ആൾ ഒഴിവാക്കലുണ്ട്. പക്ഷേ ഇതിൽ നോർമൽ ഹബിൽ ഫിറ്റ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല, പക്ഷേ ഇതിൻ്റെ മേൽ ത്രെഡ് അങ്ങനെ ഇരിക്കും തോന്നില്ല. അപ്പോൾ എന്തായാലും ഈ കവർ ഇടേണ്ടി വരും. ഓക്കെ, അപ്പോൾ കവർ അതിൻ്റെ മേലിൽ വെച്ചിട്ട് ഓരോന്നായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഓരോന്നായി പുറക്കുകയോ, അതായത് 3 ഒപ്പിച്ച് കുറച്ച് ഇടാം. 2 ആളെ സഹായം ഉണ്ട്, അതുകൊണ്ട് കുറച്ച് മിസ്സായിപ്പോയി ഷോട്ടുകളൊക്കെ. വല്ല പണിയൊന്നുമില്ല, 3 ലൈനിലാക്കി ഇടാം. എനിക്ക് വേണമെങ്കിൽ എന്തെങ്കിലും അറിയാം ഇത് കൊള്ളിച്ചതിന് ശേഷം ആവുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒരു ഇത് 3 ലൈനിലാക്കാൻ വേണ്ടി വേറെ എന്താ ചെറിയ കൊള്ളി അങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് ഈ സാധനം അനങ്ങില്ല. അപ്പോൾ ബാക്കിയുള്ള ത്രെഡ് കറക്റ്റ് കയറിയിരിക്കും. അപ്പോൾ ഒന്ന് വിളിക്കാൻ നല്ല എല്ലാവർക്കും പണി ഉണ്ടാവില്ല. പക്ഷേ എന്തെങ്കിലും ഇതുപോലത്തെ എൻ്റെ അടുത്ത് തൽക്കാലം അല്ലെങ്കിൽ ഇതിട്ട് ഇച്ചിരി ഓരോന്ന് അങ്ങനെ കൊള്ളിച്ചാൽ മതി, പ്രശ്നമില്ല. അപ്പോൾ 3 നിരത്തി കിട്ടുക, ഒരു 2 കൊണ്ടാൽ പിന്നെ അത് ഓക്കെ, ബാക്കി സീറ്റിങ് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുപോലെ എല്ലാം റൗണ്ടിലും കിട്ടിയേക്കാം. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ ഗായ്സ് നമുക്ക് ഇനി ഈ പണി എടുക്കാൻ വേണ്ടി ആകെ പുറത്തിൽ ടൂൾ, അതായത് കമ്പനി തരാത്ത ടൂൾ എന്ന് വെച്ചാൽ ഈ നമ്മളെ 17 ബോക്സ് റാഡും പിന്നെ അതിൻ്റെ പിയാനോ ക്ലിപ്പും, അതായത് നമ്മൾ അടുക്കിട്ടില്ല ഓണിന് വേണ്ടിക്ക്, അത് ഒഴിച്ച് ബാക്കി ഏറ്റവും സംഭവം, അതായത് ഇതിൻ്റെ ബോൾട്ട് കാര്യങ്ങളും എല്ലെങ്കിൽ കാണുന്ന കാര്യമായിട്ട് വേറെ ഒന്നും വേണ്ട. 2 ടൈപ്പ് അല്ലെങ്കിൽ മാത്രമേ വേണ്ടൂ, കമ്പനി തന്നെ തരുന്നുണ്ട്. നമ്മൾ ആ സ്റ്റീറിംഗ് വീലിൻ്റെ വർക്കിംഗ് എല്ലാം കഴിഞ്ഞല്ല, ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. വർക്കിംഗ് എന്നാണ് പറഞ്ഞത്, മൊത്തം ഫിറ്റിംഗ് കഴിഞ്ഞ്. അപ്പോൾ എല്ലാവരും അതായത് നമുക്ക് ഗ്രിൽസ് എങ്ങനെ ചെയ്യേണ്ടതെന്നും പറഞ്ഞാൽ അതിന് മുമ്പ് ഒരു കാര്യം ഇത് കഴിച്ചെടുക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാവർക്കും സംശയം ഈ ഹോൺ വർക്ക് ചെയ്യുന്നു. കണ്ടോ, നമ്മൾ ഈ മോമോസ് ആണ് ഇതെങ്കിലും ജസ്റ്റ് പ്രസ് ചെയ്യാൻ ഈ ഹോണിൻ്റെ ചിഹ്നമുള്ളത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം. ഓക്കെ, ഇനി കാണിക്കണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ക്വിക്ക് റിലീസ് ഹബ് ജസ്റ്റ് ഒന്നുമില്ല, ഈ സാധനം പിടിക്കുക, ഒന്ന് പ്രസ് ചെയ്യുക, ഇത് ബാക്കോട്ടേക്ക് എടുത്ത് കിട്ടും. അപ്പോൾ നമ്മൾ ഊര പൊസിഷനിലൊക്കെ ഇട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതുപോലെ ഫ്രീ ആയിട്ട് തന്നെ കയറിക്കും. കണ്ട,
നേരെ മറിച്ച് ചെയ്താൽ വേറൊരു പൊസിഷനിലേക്കാണ് കിട്ടണമെങ്കിൽ അപ്പോൾ ഇത് ഈ ഒരു പൊസിഷൻ നമ്മൾ ഊരെടുത്തത് ഇടുന്നത് ഈ പൊസിഷനിലാണ്. അപ്പോൾ എന്താ വെച്ചാൽ ജസ്റ്റ് ഒന്ന് താക്കി കൊടുക്കും. അന്നേരം നമ്മൾ ടക്ക് സൗണ്ട് കേൾക്കുന്നു. ഓക്കെ, അപ്പോൾ ഗായ്സ് നമുക്ക് ഇങ്ങനെ ഫിറ്റിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ ഇതിപ്പോൾ എവിടെ നിന്ന് വാങ്ങാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ക്വിക്ക് റിലീസ് സബിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 2600 രൂപയാണ് ഇപ്പോൾ റേറ്റ്. അപ്പോൾ ഇത് വാങ്ങിക്കാൻ എന്ന് വെച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. വാട്സപ്പ് നമ്പർ കൊണ്ട് കോൺടാക്ട് ചെയ്താൽ മതി. നേരിട്ടാലും കുഴപ്പമില്ല, എങ്ങനെയാലും പിന്നെ ഇൻസ്റ്റാഗ്രാം ഏതായാലും കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല. അടുത്ത വീഡിയോ ഇടുന്നവരെ ബൈ ബൈ.